ഹായ് ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഒരു കുട്ടി മഷ്റൂം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു മിനി മഷ്റൂമാണ്. അതിന് ഞാൻ മുകളിലത്തെ ഭാഗം, അതായത് ഹെഡ്, അതിൻ്റെ നമ്മുടെ മഷ്റൂമിൻ്റെ റെഡ് ഭാഗമില്ലേ, അത് മാത്രമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മാജിക് റിങ് ഇടുക. അതിനുശേഷം നമ്മൾ അതിനകത്തോട്ട് 8 സിംഗിൾ സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ ഒരു സിംഗിൾ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ 8 സിംഗിൾ സ്റ്റിച്ച് മാജിക് റിങ്ങിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാജിക് റിങ്ങിൻ്റെ യാണിൻ്റെ ആ ഭാഗമില്ലേ, അത് പിടിച്ചിട്ട് പുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ റിങ് ഹാഫായിട്ട് ക്ലോസ് ആവണതായിട്ട് കാണാം. ഫുള്ളായിട്ട് ക്ലോസ് ആണെങ്കിൽ നമുക്കറിയാം സ്ലിപ്പ് സ്റ്റിച്ചിടേണ്ട കാര്യം. അപ്പോൾ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ഇടുമ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ. ഇനി സെക്കൻഡ് റൗണ്ട് എന്താ ചെയ്യാമെന്ന് നോക്കാം. സെക്കൻഡ് റൗണ്ടിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 8 സിംഗിൾ സ്റ്റിച്ച് ഇട്ടിട്ടില്ലേ, ആ 8 സിംഗിൾ സ്റ്റിച്ചസിലും 2 വീതം സിംഗിൾ സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കാം നമ്മൾ. അപ്പോൾ അങ്ങനെ മൊത്തം നമുക്ക് ചെയ്ത് വരുമ്പോൾ 16 സ്റ്റിച്ചസാണ് കിട്ടുക. കണ്ടോ, ഞാനപ്പോൾ ഒരു റൗണ്ടും കൂടെ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ഇതിൽ 16 സ്റ്റിച്ചസാണ് ഉള്ളത്. ഇപ്പോൾ ഞാനൊരു സ്ലിപ്പ് നോട്ടും കൂടി ഇട്ട് കൊടുത്തപ്പോൾ നമ്മുടെ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയി. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കിത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയിട്ട് തോന്നുന്നുണ്ടാവും. ഞാൻ പറയണതിൻ്റെ ഒപ്പം നിങ്ങൾ യാണും ഹുക്ക് എടുത്തിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ടാണ് വരാം. ഇനി നമ്മൾ തേർഡ് റൗണ്ടിലോട്ട് കടക്കുകയാണെങ്കിൽ തേർഡ് റൗണ്ടിൽ നമ്മൾ എല്ലാ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ സ്റ്റിച്ചസ് ഇടുക. അപ്പോൾ നമ്മുടെ കയ്യിൽ പിന്നെയും 16 സ്റ്റിച്ചസ് തന്നെയാണ് വരിക. അപ്പോൾ ആ റൗണ്ട് കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ 4th റൗണ്ടും കംപ്ലീറ്റ് ആയി. ഇനി 5th റൗണ്ട് എന്ന് പറയുന്നത് സെയിം ആസ് 4th റൗണ്ട്, നമ്മൾ 16 സ്റ്റിച്ചസ് തന്നെ ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ സ്റ്റിച്ച് മറന്നു പോകാതൊക്കെ എന്താ, ഈ സ്റ്റിച്ച് മാർക്കർ ഇട്ടിട്ട് നമുക്ക് അവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ 5th റൗണ്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മഷ്റൂമിൻ്റെ മുകളിൽ ഒരു വൈറ്റ് ഡോട്ട് പോലെ കാണാറില്ല, അത് നമുക്ക് സിമ്പിളായിട്ട് ഈ വൈറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളത് ഓരോന്നായിട്ട് നമ്മുടെ കൂണിൻ്റെ ഹെഡില്ലേ അതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 5 ഡോട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഡോട്ട് ഇടാം. അപ്പോൾ നിങ്ങൾ ഈ വൈറ്റ് യാണിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഓടി വന്നിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിത് കംപ്ലീറ്റ് ആക്കാം ഗൈസ്. ഓക്കെ, ബൈ.